വാർത്തകൾ വിശദമായി. നേപ്പാളിൽ യുവജന പ്രക്ഷോഭം രൂക്ഷമായി തുടരുന്നു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ശർമ്മയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. പ്രക്ഷോഭം ആളിക്കത്തിയ നേപ്പാളിൽ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം. അതേസമയം രാജിക്ക് പിന്നാലെ പ്രതിഷേധക്കാർ പാർലമെന്റ് മന്ദിരത്തിന് തീയിട്ടു. നേതാക്കൾക്ക് സൈന്യം സുരക്ഷ ഒരുക്കും. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഈ ഒരു നേപ്പാളിൽ യുവജന പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിക്ക് പിന്നാലെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചിരിക്കുകയാണ്. നേപ്പാളിൽ ഇപ്പോൾ ശരിക്കും രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഏറ്റവും പ്രധാനമായി പുറത്തുവരുന്ന വാർത്ത, മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനാലിന്റെ ഭാര്യ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ പ്രക്ഷോഭകാരികൾ മുൻ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി വീടിന് തീയിട്ടിരുന്നു. ഈ ഒരു ആക്രമണത്തിൽ ഈ ഒരു ഭാര്യ വെന്തു മരിച്ചു എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നുണ്ട്. ഭാര്യ റാബി ലക്ഷ്മി ചിത്രകാറാണ് വെന്തു മരിച്ചത്. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനാലിന്റെ ഭാര്യ റാബി ലക്ഷ്മി ചിത്രകാർ വെന്തു മരിച്ചു എന്നൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത്. അതേപോലെ തന്നെ നേപ്പാൾ ബീഹാർ അതിർത്തി അടച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നാലെ നേപ്പാൾ ബീഹാർ അതിർത്തി അടച്ചിരിക്കുന്നു. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ ഇടക്കാല സർക്കാരിനെ നയിക്കണമെന്നാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെ രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നേപ്പാളിൽ സർക്കാർ സംവിധാനം പൂർണ്ണമായും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല സർക്കാർ നിലവിൽ വരണം. അതുപോലെ തന്നെ ഇടക്കാല സർക്കാരിനെ കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ നയിക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രക്ഷോഭത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിക്ക് നേരെ വരെ ആക്രമണം ഉണ്ടായി. സുപ്രീം കോടതി കെട്ടിടം തീ വെച്ചു എന്നൊരു വാർത്ത ഒക്കെ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. എങ്കിലും സൂചന ലഭിക്കുന്നത് ഈ ഒരു സുപ്രീം കോടതി കെട്ടിടത്തിന് നേരെയും ആക്രമണം ഉണ്ടായി, ആ കെട്ടിടം തീ വെച്ച് നശിപ്പിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് പിന്നാലെ പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്നു. അതേപോലെ ധനമന്ത്രിക്കെതിരെയും മറ്റ് മന്ത്രിമാർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഇതിൽ ധനമന്ത്രിയെ പ്രക്ഷോഭകാരികൾ ചവിട്ടി അല്ലെങ്കിൽ തല്ലി ആക്രമിച്ചു, അല്ലെങ്കിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ നേപ്പാളിൽ സാഹചര്യം കുറച്ച് രൂക്ഷമാണ്. കലാപം കുറച്ച് രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമാണ്. കലാപത്തിനൊരു ശമനം ഉണ്ടായിട്ടില്ല. സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നിലവിൽ നേപ്പാളെങ്കിലും ആ ഒരു കലാപം ശമിപ്പിക്കാനുള്ള നടപടിയൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നലെ തുടങ്ങിയ ഒരു കലാപമാണ്. ഒരു സാമൂഹ്യ മാധ്യമത്തിനെതിരെ ഉണ്ടായ വിലക്കിനെ തുടർന്നുണ്ടായ കലാപം ഇത്തരത്തിൽ കലുഷിതമായൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്നിട്ടും ഒന്നും ചെയ്യാനാകാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സമൂഹ മാധ്യമ വിലക്കൊക്കെ തന്നെ ഇന്നലെ തന്നെ അതെല്ലാം മാറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ആ വിലക്കൊക്കെ തന്നെ പിൻവലിച്ചിരുന്നു. പക്ഷേ എന്നാലും കലാപം നിർത്താനോ അല്ലെങ്കിൽ ശമിപ്പിക്കാനോ ഉള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. 20ഓളം പേർ കൊല്ലപ്പെടുകയും 400ഓളം പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. നമുക്കറിയാം, സമൂഹ മാധ്യമമായ യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രക്ഷോഭം തുടങ്ങിയത്. അതിൽ സർക്കാർ എടുത്തു പറയുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് മതവിദ്വേഷവും അത്തരത്തിൽ ദുരുപയോഗങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ ഒരു പ്രക്ഷോഭകാരികൾ ഇതിനെതിരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളടക്കമുള്ള യുവജനങ്ങളാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് മുൻകൈ എടുത്തിരുന്നത്. അവർ പറയുന്നത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് ഹാനിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വിലക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു സർക്കാരിൻ്റെ നടപടി. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും സമ്മതിക്കാനാകില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാരിലെ മന്ത്രിസഭയിലുള്ള നിരവധി മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ സംസാരിച്ചതിനാണ് എന്ന തരത്തിലൊക്കെ പ്രക്ഷോഭകാരികൾ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു സാഹചര്യം അതിരൂക്ഷമായി തുടരുകയാണ്. പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി കാഠ്മണ്ഡു വിട്ടു എന്നും പ്രധാനമന്ത്രിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നുമുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു അല്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് നേപ്പാളിൽ. അതേപോലെ തന്നെ നേപ്പാളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേപ്പാൾ ഒരു വിനോദസഞ്ചാര മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർ അവിടേക്ക് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവരോട് സുരക്ഷിത സ്ഥാനത്ത് തന്നെ തുടരാനാണ് എംബസി ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുറത്തോട്ട് ഒരു കാരണവശാലും ഇറങ്ങരുത്. എന്തെങ്കിലും അടിസ്ഥാന കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ലൈനിൽ അല്ലെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടുക എന്നാണ് ഇന്ത്യൻ എംബസി ഒക്കെ തന്നെ അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ
പ്രക്ഷോഭം അതിരൂക്ഷമായി തുടരുകയാണ്. പ്രക്ഷോഭകാരികൾ ഈ ഒരു കലാപം ഒട്ടും ശമിക്കാതെ അല്ലെങ്കിൽ ഒട്ടും തളരാതെ വീണ്ടും ആക്രമണം അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് നേപ്പാളിൽ. ഇപ്പോൾ നിലവിൽ നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. നമുക്കറിയാം നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേപ്പാൾ കോൺഗ്രസ് പാർട്ടിയുടെയും ഔദ്യോഗിക വസതിയിലൊക്കെ തന്നെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഔദ്യോഗിക വസതിയിൽ അക്രമകാരികൾ കയറി കൊടികളൊക്കെ തന്നെ വലിച്ച് നശിപ്പിക്കുകയും കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു സർക്കാരിനെതിരെ പ്രക്ഷോഭം അതിരൂക്ഷമായിട്ട് തന്നെയാണ് തുടരുന്നത്. അതും യുവജനങ്ങളാണ് ഇത്തരത്തിൽ പ്രക്ഷോഭിക്കുന്നത് എന്നൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂൾ യൂണിഫോമിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പ്രക്ഷോഭത്തിന് മുന്നിലുണ്ടായിരുന്നു. ഇതിൽ സൈന്യവുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായി. ആ ഏറ്റുമുട്ടലിലാണ് 20 പേർ കൊല്ലപ്പെട്ടത് എന്നൊരു കാര്യം കൂടി എടുത്തു പറയണം. സൈന്യവും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സൈന്യവും യുവജനങ്ങളും തമ്മിലുള്ള പ്രക്ഷോഭത്തിലാണ് 20 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 400ഓളം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ അതിക്രൂരമായൊരു ദൃശ്യങ്ങളാണ് ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതും. ആ ഒരു സാഹചര്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം രൂക്ഷമാണ് നേപ്പാളിലെ സാഹചര്യം എന്നുള്ളത്. നേപ്പാളിൽ നിന്ന് രാജ്യത്തിനകത്തേക്കോ പുറത്തേക്കോ ഉള്ള എല്ലാ വിമാന സർവീസുകളും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വിമാനത്താവളങ്ങളൊക്കെ തന്നെ അടച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെയുള്ളവർ. ജനജീവിതം ശരിക്കും സ്തംഭിച്ച ഒരു സാഹചര്യമാണ് നേപ്പാളിൽ. ഇപ്പോൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് ഈ ഒരു കലാപത്തെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കും ഇനി അവരുടെ ഡിമാൻഡുകൾ എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ സൈന്യമാണ് ഈ ഒരു നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്ന ഒരു ഇടക്കാല സർക്കാർ വരണം, അതിനെ കാഠ്മണ്ഡു മേയർ തന്നെ നയിക്കാമെന്നൊരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലെല്ലാം ഇനി എന്താണ് തീരുമാനം എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ ഒടുവിലായിട്ട് ഏറ്റവും അവസാനമായി നമുക്കറിയാൻ സാധിക്കുന്നത് മുൻ പ്രധാനമന്ത്രിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൽ അക്രമകാരികൾ വീടിന് തീയിട്ടു. ഈ തീയിൽ വെന്ത് മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ മരിച്ചു എന്നൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത്. ദീപ്തി, ഇനി നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭം ശക്തമായി തുടരുന്നതിനിടെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് പിന്നാലെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചിരിക്കുകയാണ്. ശർമ്മയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രക്ഷോഭം ആളിക്കത്തിയ നേപ്പാളിൽ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതേസമയം രാജിക്ക് പിന്നാലെ പ്രതിഷേധക്കാർ പാർലമെന്റ് മന്ദിരത്തിന് തീയിട്ടു. നേതാക്കൾക്ക് സൈന്യം സുരക്ഷ ഒരുക്കും. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം. ഹമാസ് നേതാവ് അടക്കമുള്ളവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, ഖത്തറിന്റെ ദോഹയിലാണ് ഇപ്പോൾ ഈ ഒരു ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹമാസ് നേതാവ് അടക്കമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല.